ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോ കേട്ടോ. സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും സ്പെഷ്യലായിട്ടുള്ളൊരു ദിവസം പോലെ തന്നെ ഞങ്ങളുടെ ഫ്രണ്ടിനും ഒരു സ്പെഷ്യൽ ഡേ വരാൻ പോവുക. അവളുടെ കല്യാണം ഉറപ്പിച്ചു. അവൾ ഈ ആഴ്ച നാട്ടിൽ പോവും. അപ്പം നാട്ടിൽ പോകുന്നതിന് മുന്നായിട്ട് ഞങ്ങളാണെന്നുണ്ടെങ്കിൽ ഒരു ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ വേണ്ടി കടയിൽ പോയി ഗിഫ്റ്റൊക്കെ മേടിച്ചു. അതിൻ്റെ ഒപ്പം ഒരു കാർഡ് മേടിച്ചു. അപ്പോൾ അതിനകത്ത് എന്ത് എഴുതണം എന്നിങ്ങനെ ആലോചിച്ച് കുറേ ആലോചിച്ചു. ഞങ്ങൾ നോക്കി ഒക്കെയും ഇങ്ങനെ എന്തൊക്കെയോ ആലോചിച്ചെങ്കിലും അവസാനം ഞങ്ങൾ ഓർത്ത് ഓക്കെ കുറച്ച് ഫണ്ണി ആയിട്ടും കുറച്ച് സീരിയസ് ആയിട്ടും വരുന്ന രീതിയിൽ എന്തെങ്കിലും എഴുതാം. അങ്ങനെ ആദ്യം കുറച്ച് സീരിയസ് ആയിട്ട് എഴുതി വിവാഹത്തിൻ്റെ എല്ലാ മംഗളങ്ങളും അങ്ങനെയൊക്കെയും കുറേ ഫോർമലായിട്ട് അടിച്ചു വെച്ചു. പിന്നെ ലാസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഫണ്ണി ആയിട്ട് ഒരു സെൻറ്റൻസ് എഴുതി. അത് എൻ്റെ പുരുഷൻ്റെ ഐഡിയ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ എഴുതിയെല്ലാം കഴിഞ്ഞ് പിന്നെ ഞാൻ വായിച്ച് നോക്കിയപ്പോൾ അവിടെ ഇവിടേക്കും കുറച്ചൊക്കെ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടായിരുന്നു. വിചാരിച്ച പോലെ അങ്ങോട്ട് വന്നില്ലെങ്കിലും കാരണം റഫായിട്ട് വേറെ എഴുതിയൊന്നും നോക്കിയില്ല. നേരെ മനസ്സിൽ തോന്നിയത് അങ്ങനെ എഴുതി. അപ്പോൾ വായിച്ച് നോക്കിയപ്പോൾ തോന്നി കുറച്ചുകൂടി ബെറ്റർ ആക്കായിരുന്നു. എന്നാലും ഓക്കെ കുഴപ്പമില്ല വിചാരിച്ച് അങ്ങനെ. ഈ വീഡിയോൻ്റെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് അവളുടെ ഒരു പ്രത്യേക ഒരു ബിഗ് ഡേ ആണ്. അതിനെ എഴുതണതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. പ്ലസ് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഞങ്ങൾ കണ്ട് പരിചയപ്പെട്ട ഒരു ഫ്രണ്ടാണ്. പക്ഷേ വളരെ അടുത്തു കമ്പനിയായി. ഒരുപാട് സ്ഥലങ്ങളിൽ ഞങ്ങൾ പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ക്ലോസ് ആയി നന്നായിട്ട്. അപ്പോൾ കല്യാണമൊക്കെ ആയി എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ ഇങ്ങനെ എഴുതി എല്ലാം കഴിഞ്ഞു. കുറേ നാളെത്തിയിട്ട് മലയാളം കൈവച്ച് എഴുതിയതിൻ്റെ വേറൊരു നൊസ്റ്റാൾജിക് ഫീൽ ഉണ്ടായിരുന്നു. ഒരുപാട് നാളായി മേ ബി ഒരു 2 വർഷത്തിന് മേലെയായി. 2 വർഷത്തിനുള്ളിൽ എഴുതിയിട്ടില്ല തോന്നുന്നു. അത്രയായി മലയാളം എഴുതിയിട്ട്. അപ്പോൾ കുറേ നേരം കൈയൊക്കെ പിടിച്ച് എഴുതി കഴിഞ്ഞപ്പോൾ ചെറിയൊരു വേദനയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്നാലും വേറൊരു ഫീലായിരുന്നു. അങ്ങനെ പിന്നെ എല്ലാം എഴുതി കഴിഞ്ഞ് ഞാൻ വായിച്ചൊക്കെ നോക്കിയപ്പോൾ വലിയ കുഴപ്പമില്ല. കുറച്ച് ഹൈലൈറ്റ് ചെയ്യാൻ ഓർത്തിട്ട് ഞാൻ കുറേ സ്കെച്ച് പെൻസ് ഉണ്ടായിരുന്നു അതെടുത്ത് അവിടെ ഇവിടെയൊക്കെയും അതിൻ്റെ മീരക്കോടെ തന്നെ വെറുതെ എഴുതി കൊടുത്തു. പല പല കളറുകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എഴുതി ഞങ്ങളുടെ പേരൊക്കെ എഴുതി അങ്ങനെ സെറ്റാക്കി. ഇത് ഇന്ന് കൊടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ആൾ നല്ല തിരക്കാണ് ഷോപ്പിങ്ങൊക്കെ ആയിട്ട്. അപ്പോൾ മേ ബി എന്തെങ്കിലും ഒരു ദിവസം പോണതിന് മുമ്പ് കൊടുക്കാൻ പറ്റും. അപ്പം അത് എഴുതിയതിൻ്റെ സീനാണ് ഈ കാണുന്നത്. എന്തായാലും സംഭവം വിചാരിച്ചതിനേക്കാളും ഭംഗിയായി. പക്ഷെ കുറേ നാളത്തെ എഴുതിയ കാരണം കൈയൊക്കെ പിടിച്ച് എഴുതിയ കാരണം അത്ര അങ്ങ് സുഖമായില്ല. ഹാൻഡ് റൈറ്റിംഗ് കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു തോന്നുന്നു ആദ്യമൊക്കെ മലയാളം ഹാൻഡ് റൈറ്റിംഗ്. ഇപ്പം ഇത്തിരി മോശമാണെന്ന് എനിക്ക് തോന്നി കണ്ടപ്പോൾ. പക്ഷേ ഇത് എഴുതി കഴിഞ്ഞപ്പോൾ ഞാനൊരു കാര്യം തീരുമാനിച്ചു. കുറച്ച് മലയാളം കൂടുതൽ ഞാൻ എഴുതി എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് കുറച്ചുകൂടെ നന്നാക്കണമെന്ന്. അതുകൊണ്ട് ഈ വീഡിയോ ഒരു തുടക്കമായിരിക്കട്ടെ. ഇനി അങ്ങോട്ട് പല മലയാളം വീഡിയോസും എഴുതുന്ന വീഡിയോസ് ഞാൻ ഇടുന്നതായിരിക്കും. ബായ്.